ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു. സർവം കൃഷ്ണാർപ്പണം നമസ്തു. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിങ്ങിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്, ആരാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അമിതമായിട്ട് ചിന്തിക്കുന്നത് ആരാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണോ, അതോ പരിചയമില്ലാത്തൊരു പുതിയ വ്യക്തിയാണോ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെ അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്നുകൂടി നമ്മളിന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരുപാട് ആളുകളാണ് ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നത്. അപ്പം അവരുടെയൊക്കെ എനർജീസ് കയറി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എല്ലാ കാര്യവും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഒരു പ്രാവശ്യം കൂടി അത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ടാറോ റീഡിങ്ങിന് ഒരു നിർദ്ദേശം മാത്രമായിട്ട് കാണുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം, ആരാണ് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആരാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് നോക്കാം. നല്ലപോലെ ഷഫിൾ ചെയ്ത് കാർഡ് എടുക്കാം. ഈ ഒരു കാർഡുകൾ, ഈ ഒരു സ്പ്രെഡുകൾ വെച്ച് നോക്കുമ്പം നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു 8 സ്പ്രെഡുകളാണ്, 8 കാർഡ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, കൂടുതലും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുമായിട്ട് നേരത്തെ ബന്ധത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, എന്നാൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തി. ഇത് നിങ്ങളുടെ ഒരു സുഹൃത്ത് മാത്രമല്ല, ഈ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാര്യം, ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നതിൽ ആ ഒരു വ്യക്തിക്ക് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത്. ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കുറ്റബോധം അല്ലെങ്കിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന വ്യക്തി, അതായത് പാസ്റ്റിൽ പഴയ കാലത്ത് നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തി എടുത്ത തെറ്റിൻ്റെ ഫലമാണ് നിങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അവർക്ക് ചിന്തയുണ്ട്. കാര്യം, നിങ്ങളും അവരുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ അവരുടെ എടുത്തുചാട്ടവും അവരുടെ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യമില്ലായ്മയും കൊണ്ടാവാം ഈ ഒരു ബന്ധം എൻഡ് ആയിപ്പോയത്. അപ്പോൾ ഇപ്പോഴവർക്ക് വളരെയധികം ദുഃഖമുണ്ട് ആ ഒരു കാര്യത്തിൽ. അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം പങ്കുവെച്ചവരാണ്, ഹൃദയം തുറന്ന് സ്നേഹിച്ച വ്യക്തികളാണ്. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ മൂലമോ ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമോ നിങ്ങളുടെ ബന്ധം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അമിത ഇടപെടലുകൾ കാരണമോ നിങ്ങളുടെ ബന്ധം എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് തകർന്ന അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തകർന്ന അവസ്ഥ തൻ്റെ ജീവിതത്തിൽ വന്നത് യാദൃച്ഛികമല്ല എന്നും അത് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മഫലം കൂടിയാണെന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിലവിൽ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സിനെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളോട് വഞ്ചന കാണിച്ചവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളും സൃഷ്ടിച്ച വ്യക്തികളാണിവർ. നിങ്ങളോട് വഞ്ചന കാണിച്ച, വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തികളാണ്. പക്ഷേ ആ ഒരു വിശ്വാസവഞ്ചന കാണിച്ച് അവരങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി. അവരവിടെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം പോയ ബന്ധത്തിലോ അല്ലെങ്കിൽ പോയ ഇടത്തോ കിട്ടുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴവർ അനുഭവിക്കുന്നത് അവിടെ ഒരു ഒറ്റപ്പെടലാണ്. ഒരു പെട്ടിയിലടച്ച ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സോളിറ്റ്യൂഡാണ്. അവരവിടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ങാവുന്നതിനും അപ്പുറം ഭാരം അവരിപ്പോൾ അനുഭവിക്കുന്നു ജീവിതത്തിൽ. എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം, അതായത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോഴവർ അനുഭവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയതായിട്ട് എനിക്കിവിടെ കാർഡുകളിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അതായത് അവരോടൊരു ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ, അതായത് നിങ്ങളിലേക്ക് വന്ന് വീണ്ടും നിങ്ങളുടെ ചില ആളുകൾക്കൊക്കെ പൂർണ്ണമായിട്ടൊരു റീയൂണിയനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പക്ഷെ ചിലർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും പേടിയാണ്, ഭയമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് കൊടിയ അപരാധം അല്ലെങ്കിൽ കൊടിയ ചതി ചെയ്ത വ്യക്തികളാണ്. അവരെങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കും? അപ്പോൾ അവർ സ്വയം ഒരു ഡിഫെൻസീവ് മോഡിൽ നിൽക്കുകയാണ്. പരമാവധി നിയന്ത്രിച്ചാണ് അവർ ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് വല്ല മെൻ്റൽ ഇതാവും എന്ന് അവർക്കറിയാം. അപ്പോൾ ഇപ്പോഴവർക്ക് വേണ്ടത് അവരുടെ മനസ്സിനൊരു സമാധാനമാണ്. കാര്യം നിങ്ങളോട് തെറ്റ് ചെയ്തതിനൊരു അപ്പോളജി അല്ലെങ്കിൽ ഒരു മാപ്പ് പറച്ചിലൂടെ അവർക്ക് അത് മതി. ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ അത്രയധികം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സിനെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം വിഷമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം അവർ നിങ്ങളോട് പല കള്ളത്തരങ്ങളും കാണിച്ചവരാണ്. നിങ്ങൾ പാർട്ട്നേഴ്സ് ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഒരു 10% പേർക്ക് സുഹൃത്തുക്കളുമാകാമെന്നുള്ള സാധ്യതയുണ്ട്. ചില സുഹൃത്തുക്കൾ നിങ്ങളെ വഞ്ചിച്ച് അങ്ങനെ പോയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരു കെണിയിൽപ്പെടുത്തി, ഒരു ട്രാപ്പിൽപ്പെടുത്തി നിങ്ങൾക്കൊരു വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ വരുത്തിയതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പങ്കാളി, നിങ്ങളുമായിട്ട് പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളുടെ പങ്കാളിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ മനസ്സ് കുറ്റബോധത്താൽ ഇപ്പോൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു തകർച്ച നേരിടുന്നതായിട്ടാണ് കാർഡുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ കടുത്ത രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും അതുപോലെ ആന്തരിക സംഘർഷവും അനുഭവിക്കുന്നു എന്നത് കൂടി ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ പരമാവധി അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ എത്രത്തോളമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അതായത് നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം, നിങ്ങളിൽ നിന്ന് അകന്നു പോയതിന് ശേഷം ഇവർ വിചാരിച്ചു നല്ലൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളിൽ നിന്ന് എന്നാണോ അവർ പോയത് അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടികൾ മാത്രമാണ്, പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉള്ളൊരു ജീവിതമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ കടുത്ത വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക്, ഇത് വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തികളെ കാണാം. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ തമ്മിൽ
പിണങ്ങി പൂർണ്ണമായിട്ട് നിങ്ങൾ പിരിഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അപ്പം നിങ്ങളും ഇപ്പം നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ലീവിങ് ടുഗദറിലുണ്ടായിരുന്ന നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ലവർ ആരുമാവാം. അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലല്ല എന്ന് മാത്രം. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോട് ചെയ്തു പോയ സകല കാര്യങ്ങൾക്കും നിങ്ങളോട് മാപ്പ് പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നു ഈ ഒരു നിമിഷം. കാര്യം അവർക്ക് നിങ്ങൾ എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മനസമാധാനമില്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അടിക്കടി വരുന്ന ഈ ഒരു തകർച്ചയും ഈ ഒരു തടസ്സങ്ങളും ഒക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് ചെയ്ത കർമ്മഫലത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തെറ്റ് ഏറ്റുപറഞ്ഞ് അങ്ങനെ എനിക്ക് ജീവിക്കണം, എന്നാൽ മാത്രമേ എനിക്കൊരു ജീവിതമുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് മാപ്പ് പറയാൻ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുമായിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതും വിശ്വസിച്ചതുമായ ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനവും സ്വന്തം സമയവും എല്ലാം കളഞ്ഞാണ് നിങ്ങൾ ഇവരെ സ്നേഹിച്ചത്. നിങ്ങൾ ഇവർക്ക് വേണ്ടി നിങ്ങളുടെ സകലതും ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയാണല്ലോ ഞാൻ ചതിച്ചത് എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും. കാര്യം നിങ്ങളുടെ വാല്യൂ ഇപ്പോഴും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി എന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നല്ലോ. എനിക്ക് വേണ്ടി പണം, എനിക്ക് വേണ്ടി സ്വർണം, സകലതും ഉപേക്ഷിച്ചാണല്ലോ അവരെൻ്റെ കൂടെ നിന്നത്. എന്നിട്ട് പോലും ഞാനിവരെ ചതിക്കുകയാണല്ലോ ചെയ്തത് എന്നുള്ളൊരു ചിന്തയുണ്ട് ഇവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇവർക്ക് സമാധാനമായിട്ട് ഈ ഒരു വ്യക്തി ഒന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. കാര്യം കുറ്റബോധത്താൽ നീറുകയാണ്. നിങ്ങളോട് കൊടിയ അപരാധമാണ് ചെയ്തതെന്ന് അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ജീവിതത്തിൽ അവരിപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അവരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ. എവിടെ എന്ത് കാര്യം അവർ ചെയ്താലും അവിടെ ഒരു തടസ്സം, അല്ലെങ്കിൽ അവരെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഈ ഒരു പേരിലൊക്കെ. അതായത് ഇതിൻ്റെ പേരിൽ എല്ലായിടത്തു നിന്നും അവർക്കൊരു ഒരു തകർച്ചയാണ്. അല്ലെങ്കിൽ എല്ലായിടത്തു നിന്നും ആ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്നത് പൂർണ്ണമായും അവരൊട്ടും പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് അവർ നേരിടേണ്ടി വരുന്നത്. എല്ലായിടത്തു നിന്നും അവർക്ക് ഒരു അവഗണനയാണ് നേരിടേണ്ടി വരുന്നത്. എല്ലാവരും അവർ ഒഴിവാക്കി പോകുന്ന പോലെയുള്ള ഒരു ചിന്തകളൊക്കെ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമാണ് എന്നൊരു യാഥാർത്ഥ്യം ഒരു ഉൾക്കൊണ്ടതായിട്ട് കാണുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു ക്ഷമ പറഞ്ഞ് കുറേ പേരുടെ കാര്യത്തിൽ വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികൾ നിങ്ങളോട് ചെയ്തതിന് തെറ്റ് പറഞ്ഞ് അത് മാത്രം മതി അവർ ചെയ്തത് തെറ്റാണ്. കാര്യം അവർക്കൊട്ടും ഇപ്പോൾ ഒരു മനസമാധാനം ഇല്ല. അതിനൊപ്പം തന്നെ അവർ ചിന്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ സ്വന്തമാക്കാനുള്ള യോഗ്യത അവർക്കില്ല എന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെയാണ് ഒരുപാട് സ്നേഹിച്ചത്, പക്ഷെ അവർ പല വ്യക്തികളിൽ ഒരാളായിട്ടാണ് നിങ്ങളെ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില വ്യക്തികളുടെ കാര്യത്തിൽ റീയൂണിയൻ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. കാര്യം എങ്ങനെയെങ്കിലും വന്ന് നിങ്ങളോടൊരു ക്ഷമ പറഞ്ഞാൽ മതി. റീയൂണിയൻ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ ഒരു വ്യക്തി പല വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ നിങ്ങൾ ഇവരെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ സ്നേഹത്തിന് എനിക്ക് അർഹതയില്ല, പക്ഷേ എങ്കിൽ പോലും നീ എനിക്ക് മാപ്പ് തരണം എന്നൊരു ചിന്തകളിലൂടെയാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ്. അതായത് അവർ ഇപ്പം വിചാരിക്കുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കർമ്മഫലമാണ്. അവർ ചെയ്തതിൻ്റെ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്തതിൻ്റെ ഫലമാണ് അവൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് കൃത്യമായൊരു ബോധ്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കടുത്ത മാനസിക വേദനയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് മറച്ചു വെച്ചു. അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത വ്യക്തി ബന്ധത്തിലായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോഴതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് തീർത്തും അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയല്ല ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു 95% ആളുകളുടെ കാര്യത്തിലും
ഇതൊരു പഴയ വ്യക്തി ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ ഒരു 5% കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. നിങ്ങളുമായിട്ട് ഇതുവരെ സംസാരിക്കാത്തൊരു വ്യക്തിയും നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാം, നിങ്ങളുമായിട്ട് ഇപ്പം ജസ്റ്റ് സൗഹൃദം മാത്രമായിരിക്കും അവർക്കുള്ളത്. ആ ഒരു വ്യക്തികൾ കൂടി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അവർക്ക്, അതായത് നിങ്ങളുമായിട്ട് സംസാരിച്ച് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അവർ കാര്യങ്ങൾ രഹസ്യമായിട്ട് വീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം നിങ്ങളെ അവർ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരിട്ട് സംസാരിക്കാത്ത വ്യക്തികളെയാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5% ആൾക്കാരുടെ കാര്യത്തിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയും കൂടെ കയറി വരുന്നുണ്ട്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് ഒന്ന് സംസാരിച്ചാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുമുണ്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അപ്പം ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങളുടെ പഴയ വ്യക്തി ആവാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചിലരുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ഒരു സോൾമേറ്റാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇതുവരെ സംസാരിക്കാത്തൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്, ഒരു സ്നേഹം. അവർക്ക് നിങ്ങളോട് ഭയങ്കര ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് അത് തുറന്നു പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റും ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ്. പക്ഷേ മജോറിറ്റി ആളുകളുടെ കാര്യത്തിലും എനിക്കിവിടെ മനസ്സിലായത് നിങ്ങളുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ വഴക്കിട്ട് പിരിഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് കാർഡുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഒരു എനർജി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ റീഡിങ്. നമുക്കിതാണ് പ്രധാനമായിട്ടും നമ്മുടെ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്ന് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ഹരേ കൃഷ്ണ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരുപാട് പേരുടെ ഒരു എഫേർട്ടാണിത്. അപ്പം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എൻ്റെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.